ഇനി മേലെ നീ ഒരു ഇലക്ട്രിക് കാറിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഒന്നില്ലെങ്കിൽ ഒരു ഇ വി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറല്ലടാ. എക്കോ ഫ്രണ്ട്ലി നീയൊന്ന് പോയടാ. എന്തടാ എന്താ നിനക്ക് എന്തോ പറയാനുള്ള പോലെ നീ പറഞ്ഞിട്ട് പോടാ. എടാ ഈ ഇ വി ചാർജ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയോ? അതിപ്പോൾ ഇവിടെ ആർക്കും അറിയാത്ത ഡാമിൽ നിന്നല്ല ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണത്. എടാ അത് കേരളത്തിൽ ഇന്ത്യയിൽ ടോട്ടൽ എങ്ങനെയാ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെന്ന് അറിയോ? ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഡാമിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നുണ്ടാവുക. അതേ കോള് കത്തിച്ചിട്ടാണ്. അതായത് നമ്മുടെ കൽക്കരി ഇന്ത്യയിൽ 2023 കണക്ക് പ്രകാരം ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതിൽ 77% കോള് കത്തിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കോള് കത്തിക്കുമ്പോൾ എയർ പൊല്യൂഷൻ ഉണ്ടാവില്ലേ? ഓ അങ്ങനെയാണോ? അത് ശരിയാ. ഇനി അത് പോട്ടെ, ഈ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്, അതായത് ലിത്തിയം, കൊബാൾട്ട്, നിക്കൽ, ഇതൊക്കെ മൈൻ ചെയ്തെടുക്കുമ്പോൾ എൻവയോൺമെന്റിലും സൊസൈറ്റിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്കറിയോ? ഓ അതും കുഴപ്പമാണല്ലേ. ഇനി മാക്സിമം ഒരു 15 വർഷം ഈ ബാറ്ററികൾ ഓടുമായിരിക്കും. ഈ ബാറ്ററികൾ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇ വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഈ ബാറ്ററിയുടെ ഒക്കെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എൻവയോൺമെന്റിൽ നല്ല രീതിയിൽ പൊല്യൂഷനും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇലക്ട്രിക് കാറുകളൊക്കെ പ്രശ്നമാണെന്നാണ്? എൻ്റെ പൊന്നു മോനെ, ഞാനൊരു ഇ വി വിരോധി എന്നല്ല, എനിക്കും ഇലക്ട്രിക് കാറുകൾ ഇഷ്ടമാണ്. പക്ഷേ ഇലക്ട്രിക് കാറുകൾ കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ള ഒരു ബ്ലണ്ടർ മാറ്റാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം. എന്തായാലും ഇത് പറഞ്ഞു നന്നായി, എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ചാനൽ ഫോളോ ചെയ്തേക്കാം, ഇതുപോലെ അടിപൊളി ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ. യെസ് ബൈ, താങ്ക് യു.